ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാഹ് ഹജ്ജ് തിങ്കളുള്ള സലാത്തിന് മജ്‌ലിസായിട്ട് നല്ല രൂപത്തിലുള്ള നല്ല ഉപദേശങ്ങൾ അങ്ങ് കേട്ട ഇനി ചെമ്മ പൽക്ക പറയും ഉദ്ദേശിക്കുന്ന മലകാല പോട്ടപണ്ട തെരുവല്ല ഞങ്ങളെ ഇതേ ഡിപ്പാർട്ട്മെന്റ് ഇറങ്ങി കൊടുത്ത് കൊടുക്കുക. അപ്പോൾ സലാത്തിക്ക് നിങ്ങൾ ഇറങ്ങി കൊടുക്കരുത്. സമല്ല നിലക്കായിട്ട് സലാത്ത് ഇപ്പം നടന്നുകൊണ്ടിരുന്നു. ഏതായാലും അല്ലാഹു ഞങ്ങളുടെ മജ്‌ലിസ് ഖബൂൽ ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കടെ ഒരു ഭാഗമായിട്ട് സലാത്ത് കൊണ്ടുള്ള സ്നേഹം അതിലുപരിയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസ് നമുക്ക് പഠിപ്പാട്ടി തണ്ട്. മൻ അഹബ്ബ സുന്നതി ഫഖദ് അഹബ്ബനി വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന. ഇതിന്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം. മൻ അഹബ്ബ സുന്നതി, നന്റെ സുന്നത്തിനെ ആരെങ്കിലും ഓർത്ത പിരിസ വെച്ചെങ്കിൽ, സുന്നത്ത് എന്നെങ്കിൽ നന്റെ ചര്യയുടെ ആരെങ്കിലും ഓർത്ത പിരിസ വെച്ചെങ്കിൽ, ചര്യ എടുത്തെങ്കിൽ ഉണ്ടല്ല, നന്റെ ചര്യയുടെ ആരെങ്കിലും പ്രവർത്തിച്ചെങ്കിൽ അല്ല, പിന്നെ പിരിസ വെച്ചെങ്കിൽ ഫഖദ് അഹബ്ബനി, അവൻ നന്റെ പിരിസ വെച്ചത്. ഇത് ഞാൻ എന്തിലേക്ക് ചെന്നത് എന്നെങ്കിൽ ഞങ്ങളെ മക്കളെ, കാരണം ഉമ്മ പെങ്ങന്മാർ എന്നത് കൊണ്ടായിട്ട് ഇങ്ങനത്തെ ചില വിഷയമുള്ള പ്രധാന സലാത്ത് മജ്‌ലിസിൽ ഞാൻ ചെന്നുകൊണ്ടുള്ളത്. ഞങ്ങളെ മക്കൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ സുന്നത്തോടുള്ള വലിയൊരു മുഹബ്ബത്ത് നിങ്ങളെ മക്കൾക്ക് എന്തിലേക്ക് വേണമായിട്ട് ആ മുഹബ്ബത്ത് ഞങ്ങളെ മക്കളെ കൽബിൽ നഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളെ മക്ക പല നിലക്ക് നീങ്ങിക്കൊണ്ടിരിക്കും. ഞങ്ങളെ കോല, ഞങ്ങളെ മുടി, ഞങ്ങളെ തല, ഞങ്ങളെ പാന്റ്, ഞങ്ങളെ ഡ്രസ്സ്, ഞങ്ങളെ യൂണിഫോം അല്ല പല വിധത്തിൽ നീങ്ങിട്ട് എവിടത്തോളം ചെന്നെങ്കിൽ ഒരു കണ്ണാടിയുടെ എതിർന്ന് ഞങ്ങളെ മക്കളെ നിപ്പാട്ടിയെങ്കിൽ നീനെ സ്വന്തം ആലോചനാക്കിയ മാതി സുബ്ഹാനല്ലാഹ്, നന്റെ പേര് അബ്ബാസ്, നന്റെ പേര് മുഹമ്മദ്, നന്റെ പേര് പോക്കർ, നന്റെ മോണ്ട കാണുമ്പോൾ ഒരു ചൂത്തരന മോണ്ട പോലെ കാണു, നന്റെ മോണ്ട കാണുമ്പോൾ ഷെട്ടിരെ മോണ്ട പോലെ കാണു. ഇത് ഞങ്ങൾ എന്താക്കണം ആലോചന. അങ്ങനെ ആയിട്ട് ഇന്നത്തെ കാലം എവിടത്തോളം ചെന്നെങ്കിൽ ചെറിയ മക്ക അടക്ക വലിയ കൊണ്ടാട്ടത്തിൽ എന്റെ ഉമ്മ ബാപ്പമാർ മുടിയെടുക്കണങ്ങനെ വന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, രണ്ട് സൈഡ് ചെത്തിയിട്ട് ആ മക്കളെ മുഖം നോക്കുക വികൃതമായ നിലക്ക്, സുബ്ഹാനല്ലാഹ് ഒരു മോശമായ നിലക്ക് മക്കളെ വളർത്തിക്കൊണ്ടുള്ള ഉമ്മപ്പന്മാർ എന്ന് കാണുന്നത് വലിയ പിരിസത്തിലായിട്ട്. പക്ഷെ ഇത് പിരിസല്ല. നാളെ നീ സ്വർഗത്തേക്ക് പോകുമ്പോ നീ സ്വർഗത്തെ വായില്ലേ നിന്റെ നെഞ്ചിക്ക് ചവിട്ടുക മക്കൾ നാളെ റെഡിയായിട്ട്. അല്ലാഹു കാക്കട്ടെ. ഞാൻ ചെന്നോണ്ടുള്ളത് ഇതിന്റെ വല്ലാത്ത ടെൻഷൻ. സുബ്ഹാനല്ലാഹ്, പണ്ട് കാലത്തുള്ള ഗതിയില്ലാണ്ട് ഉമ്മമാര് പാപ്പന്മാർക്ക് മുടിയെടുക്കുക പൈസ ഇല്ലാത്തപ്പ അങ്ങനെ സ്വന്തം കത്തിരി പിടിച്ചിട്ടല്ല എടുത്തോണ്ടിരുന്ന. അപ്പൊ സാധാരണ ഞങ്ങൾ കൊണ്ടിരിക്കുന്നത് ഭണ്ഡാരി എടുത്തതല്ല, പിന്നെ ഔത്തിലെ എടുത്ത് അത്രയും അല്ല, അതിനായിട്ട് മോശമായിട്ട് ചില മക്കളെ തല കാണുന്നത്. പൈസ കൊടുത്തിട്ടു ആ മുടിയെ വേണ്ടാത്ത രൂപത്തിലാക്കുന്നത്. ഇതിന്റെ എല്ലാം ഉൾട്ടമേ ഏതും ഇതില്ല. ചില ആള് പാൻറ്റ് ധരിക്കുക അഞ്ഞ ഇഞ്ഞ വട്ട, അത് വട്ടത്തിൽ മുട്ര കീഴെങ്കിൽ അല്ല, മുട്ര മേലെ വട്ട. നിസ്കാരം എങ്ങനെ ചെയ്യാ അവിടെ ഹബീബ് മനസ്സിലാക്കണം. ഫുഖഹാക്കള് പഠിപ്പാടിയത് മുട്ടുപൊക്കുള്ള ഇടയിൽ ഒരു റോമ പുറത്ത് വന്നെങ്കിൽ തുണിയില്, നിന്റെ തുണിയില് ഓപ്പൺ ആക്കിയിട്ടല്ല, മുട്ടുപൊക്കളുടെ ഇടയില് നിന്റെ തുണിയില് ഒരു റോമ പുറത്ത് വന്നെങ്കിൽ നിന്റെ നിസ്കാര സഹിയാവാലാണ്ടായിട്ട് മസാല ചെന്നോണ്ടുള്ളത്. അതേപോലെ നീ പാൻറ്റിന്റെ ഇടയില് ഒട്ടായിട്ട് പൈസ കൊടുത്തിട്ട് ഒട്ടായിട്ട് എല്ലാം ഉൾട്ടായി. അങ്ങനെ പണ്ടല്ല പൈക്കുമ്പത്ത് ഔത്തുറുക വന്നോണ്ട് ചോറുണ്ടോ. ഇപ്പൊ പൈക്കുമ്പത്ത് അങ്ങനല്ല, പുറത്തു മനസ്സിലാക്കണില്ല. അർത്ഥാവട്ടെ ഇണ്ട് പൈക്കുമ്പത്ത് മനുഷ്യന്മാർ എവിടെ ഓടുക പുറത്ത് കൊടുത്തു. എവിടെ ഹോട്ടൽ ഉണ്ടാ, എവിടെ ഫാസ്റ്റ് ഫുഡ് ഉണ്ടാ, എവിടെ ഹങ്ങാരി ഉണ്ടാ. പണ്ട് തൂറുമ്പത്ത് എവിടെ പോയി മുന്നിലെ പുറത്തോടി. ഇപ്പൊ തൂറ
ഇതല്ല പുതിയ മോഡൽ. ഈ മോഡലായിട്ട് ദുനിയാവില്ല ആഖിറത്ത്. അപ്പൊ ഏതായാലും വിഷയാക്കിക്കൊണ്ട് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നത് മൻ അഹബ്ബ സുന്നത്തി, നന്റെ സുന്നത്തിനെ നിങ്ങൾ പിരിസ നിങ്ങൾ ആക്കൊണ്ടില്ല. ഒരുത്തര കൽബിൽ സുന്നത്തിനോട്ടുള്ള മഹബത്ത് വന്നെങ്കിൽ ചിലപ്പോ അവനക്ക് ആക്കുക ആയില്ലെങ്കിലും അവനക്ക് പ്രതിഫലം ഉണ്ടോട്ട് മുഹമ്മദ് റസൂലുള്ളാഹ്. ഉദാഹരണം ചെന്നെങ്കിൽ എല്ലാത്തുക്കും ഉദാഹരണം കാട്ടിയെങ്കിലല്ലേ കൊണ്ടാവും. ഒരുത്ത കാല് നൊമ്പലുണ്ട്, വലത്തെ കാലായിട്ട് ഇടത്തെ കാലായിട്ട് നൊമ്പലുണ്ട്, നടക്കുക ഓണെന്താക്കട്ടെ ബാത്റൂം പോകുമ്പോഴത്തേക്കു ഏത് കാല് വയ്ക്കലായിട്ട് സുന്നത്ത് വലത്തെ കാല ഇടത്തെ കാല് വയ്ക്കൽ സുന്നത്തായിട്ട് ഓണക്ക് കാല് വയ്ക്കുക ഇടത്തെ കാല് വയ്ക്കുക പിന്നെ ഏത് വയ്ക്കണോ വലത്തെ കാല്. പക്ഷെ ഓന്റെ കൽബിലുള്ള നിയ്യത്ത് എന്തായിട്ട് ഇടത്തെ കാല അതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നത് മൻ അഹബ്ബ സുന്നതി ഫഖദ് അഹബ്ബനി. യഥാർത്ഥത്തിൽ കൽബിൽ സുന്നത്തിനോട്ട മുഹബ്ബത്ത് ഇല്ലാണ്ട് കുറെ താടി വെച്ചത് കൊണ്ട് കാര്യമില്ല, കുറെ നീളക്കുപ്പായാൽ ഇട്ടത് കൊണ്ട് സുന്നത്തിനോട്ടുള്ള മുഹബ്ബത്ത് വേണം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്ന് മൻ അഹബ്ബ സുന്നതി, അങ്ങനെയുള്ള ഒരു സുന്നത്തിനോട്ടുള്ള ഒരു മുഹബ്ബത്ത് ഞങ്ങളെ മക്കളെ കൽബിൽ ഇട്ട് കൊടുക്കണം. ഇൻഷാ അല്ലാഹ് ഞാനൊരു പുതിയ സ്ഥാപനം തുടങ്ങി 4 ആയിട്ട് ഞങ്ങളെ മക്ക 30 മക്ക 4 ബണ്ടാറ്. അതിൽ ഒന്നാമത്തെ ആ സ്ഥാപനയിലെ ഏറ്റവും വലിയ ഒരു ഫോള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സുന്നത്തിനെ ഫോളോ ആക്കണേ. വലിയ ഒരു പഠനമായിട്ട് ആ മക്കൾക്ക് നിങ്ങൾ പഠിപ്പാട്ടി കൊടുത്തു. അത് വലിയൊരു ശിക്ഷ എന്തോ അല്ല. അങ്ങനെ ദിനചര്യ മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സുന്നത്തിനെ വലിയ ഒരു പാരമ്പര്യമായി പിൻപറ്റിനെ ഒരു സ്ഥാപനമായിട്ട് മാറുന്നായിട്ട് എന്റെ കൽബിലുള്ള ഉദ്ദേശം അല്ലാഹു അത് പൂർത്തീകരിച്ചു തരുമാറാകട്ടെ. അപ്പൊ ഞാൻ ചെന്നുകൊണ്ടുള്ളത് സുന്നത്തിലുള്ള വലിയ ഒരു മുഹബ്ബത്ത് വേണം. അത് എല്ലാത്തിലും അങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വലിയ സ്നേഹിക്കുന്ന ആളായിട്ട് താജുശ്ശേരി. ഒരു നാല് ബഹുമാനപ്പെട്ട താജുശ്ശേരിയ ചോപ്പ് തട്ട താജുശ്ശേരി എപ്പോഴും ചോപ്പ് തട്ട കെട്ടലില്ല, എപ്പോഴും വെളുത്ത തട്ട കെട്ടില്ല. ഒരു നാല് ചോപ്പ് തട്ട കെട്ടിയപ്പോ ഞങ്ങ പോയ ഞങ്ങളെ ആ രംഗം കണ്ട് ചോപ്പ് തട്ട ഞങ്ങമേ അത്ഭുതപ്പെട്ടു. എന്ത് താജുശ്ശേരി ഉസ്താദിന്റെ ചോപ്പ് തട്ട കെട്ടി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വലിയ സ്നേഹിക്കുന്ന താജുശ്ശേരിയ ഞങ്ങളുടെ ചെല്ലത് ഇന്നലെ ഒരു കിതാബിൽ നോക്കിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കളറിന്റെ ഒരു തട്ട കെട്ടിയത് കണ്ടിരുന്നാണ് ആലോചന. ഇതായിട്ട് സുന്നത്തിനെ പോലെ അങ്ങനെ ഫോളാക്കുമായിട്ട് കൽബിൽ സ്നേഹ കൂട്ടരുത്. ഒരാൾ ഇഷ്ടപ്പെട്ടത് ആക്കണത് അത് വലിയ ഒരു സ്നേഹിക്കുന്ന ഭാഗമായിട്ട് ഇന്ന് ഞങ്ങളെ ഇല്യാസ് ആജി പഞ്ചായത്ത് റൂമുലു ഇണ്ട് സീറിനി നന്റെ ബഗലായിട്ട് നന്റെ ഉമ്മ ബാപ്പയുടെ പേരിലായിട്ട്. അപ്പൊ നാ കേട്ടെ എന്തിന് ഇറച്ചിയാണ് കേട്ടത്. അപ്പൊ അയാൾ ചെന്ന പലക്കെതിരെ കൊണ്ടുണ്ടാ ഇറച്ചല്ല നന്റെ ഉമ്മ ബഗ ഇറച്ചി ഇഷ്ടമില്ല, അങ്ങനെ കൂലിയാക്കി. അങ്ങനെ ഇഷ്ട എന്നുള്ളതിലെ അതൊരു സ്നേഹിക്കുന്ന ഭാഗമായിട്ട് എന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു സാധനമായിട്ട് ചൊര കിതാബില് കാണാം. സ്വഹാബത്തിന്റെ ജീവിതകാലത്തില് പ്രതി ഒരു അങ്ങാടിക്ക് പോയിട്ട് അങ്ങ് ഏതെങ്കിലും വേറെ സാമാനം എടുക്കുമ്പോ അവിടെ ഒരു ചൊര എടുത്തോണ്ടിരുന്നാറ് ആലോചന. ഇന്റെ ചൊര തിന്ന് ഭാര്യ ആസാറില്ല അല്ലെ, ചൊര കാണുമ്പോ അലർജി അല്ല, ചൊര തിന്നണു. ചൊരങ്ങ ചെല്ലുടെ സാമാൻ ഈ ചൊരങ്ങന്റെ സാമാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെമ്മ ഇഷ്ടപ്പെട്ടതായിട്ട് സ്വഹാബത്തിന്റെ ജീവിതകാലത്ത് അങ്ങ് അങ്ങാടിക്ക് പോയിട്ട് ഏതെങ്കിലും സാമാൻ എടുക്കുമ്പോ അങ്ങനെ സാമാനത്തിൽ ചൊരയില്ലാത്ത സാമാനില്ല. അപ്പൊ അത്രയും കാരണം നബി തങ്ങൾ ഇഷ്ടപ്പെട്ടത്. അങ്ങനെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വലിയ മുഹബ്ബത്ത് വെച്ച ആളായിട്ട് മുത്തബഅ സുന്ന എന്ന പേരിൽ അറിയപ്പെട്ടത് മഹാനായിട്ട് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. എവിടത്തോളം സുന്നത്തിനെ ഫോളാക്കിയോണ്ടുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം. സുന്നത്തിനെ ഫോളാക്കിയതിന് ഒരു പദവിയായിട്ട് കിടി മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ തങ്ങൾക്ക് അല്ലാഹു കൊടുത്തത് മുത്തബഉ സുന്ന, സുന്നത്തിനെ വലിയ പിൻപറ്റിയാല് ആ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ തങ്ങളുടെ കയ്യിൽ ഒരാൾ ഒരു ഭിത്തിയത്ത് ബത്തക്ക ബച്ചങ്കായി കൊണ്ടിട്ട് കൊടുത്തിട്ടു. ഈ ബച്ചങ്കായി കൊടുത്ത സമയത്ത് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഈ ബച്ചങ്കായിരെ കയ്യിൽ പിടിച്ചിട്ട് അല്ലാഹ് മുറിക്കിടുത് കാണ്ടില്ല.
കട്ടാക്കിടത് കാണ്ടില്ലേ ടൈം കയ്യിൽ പിടിച്ചിട്ട് പിന്നെ അനുയായികളെ കയ്യിൽ കൊടുത്തിട്ട് ചൊല്ലു നിങ്ങ മുറിക്കോറോ അനുയായിങ്ങ കേട്ടാറ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളെ ആ ബത്തക്ക നിങ്ങളെ കയ്യിൽ തന്നപ്പോ നിങ്ങ ചെമ്മ നേരെ പിടിച്ചിട്ട് ആലോചനാക്കിയിട്ട് പിന്നെ ഞങ്ങളൊട്ട് നിങ്ങൾ എന്തേ മുറിക്കൂ ചെന്നത് അപ്പലായിട്ട് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ ചൊല്ലത് സുബ്ഹാനല്ലാഹ് ഈ ബച്ചങ്കായി നന്റെ കയ്യിൽ വന്നപ്പോ നന്റെ നേതാവ് റസൂലുള്ളാഹി തങ്ങളെ ഞാൻ ഓർത്തുപോയ ആ നബി തങ്ങളെ സുന്നത്തിനെ ഞാൻ ആലോചനാക്കി പോയ കാരണം എന്തേ ബത്തക്കട സാധാരണ രണ്ട് നിലക്ക് മനുഷ്യർ മുറിക്കോ കൊണ്ടു ചില ആൽമാർ അഡ്ഡ മുറിക്കിടാറ് ചില ആൽമാർ കുത്ത മുറിക്കിടാറ് പക്ഷേ ഞാൻ ഈ ബച്ചങ്കായി എങ്ങനെ മുറിക്കണോണ്ട് നക്ക് ഗൊന്തില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ പച്ചങ്കായി എങ്ങനെ മുറിച്ചിട്ടുണ്ട് നക്ക് കൊന്തില്ല നാനിന് അഡ്ഡ മുറിച്ചെങ്കിൽ നബി തങ്ങ കുത്ത മുറിച്ചത് ഞാൻ എതിരായി പോയല്ലേ നാനിന് കുത്ത മുറിച്ചെങ്കിൽ നബി തങ്ങ അഡ്ഡ മുറിച്ചേക്ക് ഞാൻ എതിരായി പോയിട്ടല്ലേ അതുകൊണ്ട് ഞാൻ സുന്നത്തുക വിരോധമായിട്ട് എന്റെ ജീവിതത്തിലില്ല സുന്നത്തിനെ ഫോളോക്കിയ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളെ അനുയായിയായിട്ട് ഉമ്മമാരെ ചെന്നോണ്ടുള്ളത് ഞങ്ങളെ മക്ക എങ്ങനെ മുടി കട്ടാക്കണോ ഞങ്ങളെ മക്ക എങ്ങനെ യൂണിഫോം ധരിക്കണോ ഞങ്ങളെ മക്ക എങ്ങനെ പാന്റ് ധരിക്കണോ ഞങ്ങളെ മക്ക എങ്ങനെ വളരണോ ആ സുന്നത്തിനെ ഫോളോക്കിയോണ്ട് ഞങ്ങളെ മക്കളെ കൽബിലിട്ട് കൊടുത്തെങ്കിൽ ഉമ്മ ആ ഒരു മോണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആശിക്കായിട്ട് മരണപ്പെട്ടു പോയെങ്കിൽ ഉമ്മാ നിക്ക് ദുനിയാവും ആഖിറ കിട്ടില്ലേ അങ്ങനത്തെ മക്കളെ വാർത്തെടുക്കൂ ഇണ്ട് വികൃതമായ നിലക്കുള്ള രൂപം സുബ്ഹാനല്ലാഹ് ഏതെല്ലാം അമുസ്ലിമീങ്ങളെ മുശ്രിക്കീങ്ങളുടെ ആ നിലക്കുള്ള രീതിയിലുള്ള ഡ്രസ് യൂണിഫോമുകൾ ഞങ്ങളെ മക്കൾക്ക് പഠിപ്പാട്ടി കൊടുക്കണ്ട ശക്തമായിട്ട് ഞാൻ ഞങ്ങളെ ഉമ്മ പെങ്ങന്മാരോട്ട് ചെന്നോണ്ടുള്ളത് ഇനി നിങ്ങളെ മാപ്പല ചിലപ്പോ നിന്റെ മോണ്ടായി മുടി കട്ടാക്കിയിട്ട് ഔത്തു കൂട്ടിയോണ്ട് വന്നെങ്കിൽ ഉമ്മ നിങ്ങൾ ഉറുതി ചെന്ന് കൊടുക്കണോ പുതിയാപ്പള ഇത് എന്തിനെ പരിഷ്കാരായിട്ട് കിടി നിങ്ങ ചെറിയിക്കുമ്പോ നിങ്ങളെ ബാപ്പ പുത്ര നിങ്ങളെ ഇരിയങ്ങ പുത്ര നിങ്ങളെ ഞങ്ങളെ ചെറിയ വയസ്സിൽ 7-8 ഒലിമ്പ വർഷത്തോളം ഞങ്ങളെ ഉമ്മ ഞങ്ങളെ അബ്ബ ഞങ്ങളെ പണ്ടാരമുട്ട കടത്തിയോണ്ടില്ലാന്തി ബ്ലേഡ് ഇട്ട് തല പഠിച്ചോണ്ടിരുന്ന ഒരു സമ്പ്രദായം ഇല്ലല്ലേ ഇന്ത്യ എവിടെ പോയിട്ട് ഇണ്ട് പൈസ കൊടുത്തോട്ട് ഞങ്ങളെ മക്കളെ മുടിരെ കട്ടാക്കട ആ രീതി കാണുമ്പോ വലിയ സങ്കടായി തിരുനാൾ നെനപ്പാക്കിക്കൊണ്ടുള്ളത് ഇണ്ട് ഉച്ചക്ക് നാണതാ 3:30 ഗണ്ട ഔത്തുലിക്കുമ്പോ സുബ്ഹാനല്ലാഹ് രണ്ട് ആൽമാർ മാപ്പള പെഞ്ഞായി രണ്ട് മക്കളെ കുറ്റവും വന്നിട്ട് ഒന്ന് മന്ത്രിക്കണോ ഊതണോ വിഷേന്ദ്രന്റെ കേൾക്കുമ്പോ നന്റെ മക്കൾക്ക് സുന്നത്തായിട്ട് നല്ല യൂണിഫോമല്ല ഇട്ടാറ് സുബ്ഹാനല്ലാഹ് ആ രണ്ട് മക്കളെ തല കാണുമ്പോ നന്റെ കൽബങ്ങ് പൊട്ടിപ്പോയിട്ട് വല്ലാത്ത ഭീകരത നിലക്ക് സുബ്ഹാനല്ലാഹ് ആ മുദിരെ പരിഷ്കരിച്ച് ആ നിലക്ക് ആക്കിക്കൊണ്ടുള്ളവര് അതുകൊണ്ട് ഉമ്മമാരെ ഞങ്ങളെ മക്കൾക്ക് സുന്നത്തിനെ ഫോളാക്കിയിട്ട് സുന്നത്തിനോട്ടുള്ള ഒരു മുഹബ്ബത്ത് ഞങ്ങളെ മക്കളെ കൽബിലിട്ട് കൊടുക്കണോ പെങ്ങളെ സുന്നത്ത് ചെല്ലുമ്പോ ചെമ്മ തിന്ന ഉള്ള സ്വറല്ല ചെമ്മ ഭംഗ ഉള്ള സ്വറല്ല എവിടത്തോളം നീ ആലോചനാക്കണോ നിക്കൊരു കിടാവൂ നീ മുല കൊടുക്കണമെങ്കിൽ അവിടെ എത്ര സുന്നത്തുണ്ട് നിക്ക് ഒന്നുണ്ടാ മോളെ നീ നിന്റെ കിടാവ് മുല കൊടുക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ എങ്ങനെ മുല കൊടുക്കുക വെടിപ്പാട്ടിയത് ഒന്നുണ്ടാ കിടന്നിട്ടല്ലോ
കിടന്നിട്ട് നിന്റെ കിടാവുമാവിടെ മുല കൊടുത്തെങ്കിൽ ചിലപ്പതാ ഇന്നത്തെ സയൻസ് പരിപാടി കൊണ്ടുള്ളത് ചിലപ്പോ ആ മുലപ്പാല് നിന്റെ കിടാവിടെ ശ്വാസത്തിൽ കിട്ടിട്ട് ആ കിടാവ് മരിക്കോകുണ്ടോ? ഉമ്മമാരേ, കിടാവ് കിടന്നു ഉറങ്ങുമ്പോ കിടാവ് മുല കൊടുത്തിട്ടു അവിടെ ഈ ഉറങ്ങിട ഉമ്മ നിങ്ങളെ മക്കളെ നിങ്ങൾ കൊല്ലണ്ട. റസൂലുള്ളാഹി തങ്ങൾ പരിപാടിയത് മുല കൊടുക്കണ ഒരു അവസ്ഥ എത്തുമ്പോ നിങ്ങളെ കിടാവ് കൊതിച്ചിട്ട് മുല കൊടുക്കണോ? പിന്നെയും അവിടെ ഉള്ള സുന്നത്തിന്റെ കൊന്തുണ്ടാ നിങ്ങളെ ബലത്തെ ഭാഗത്തെ മുല ആദ്യ കുടിപ്പാട്ടണോ? പിന്നെയും സുന്നത്തേന്ദ്ര കൊന്തുണ്ടാ ആ കിടാവിടെ ബായിക മുല വെച്ച് കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ പേര് ബിസ്മില്ലാഹ് അത് നിങ്ങൾ ചൊല്ലണോ? ഇങ്ങനെ എത്തരത്തര സുന്നത്ത് ഫോലാക്കിയിട്ട് നിങ്ങളെ മക്കത് പതിവാക്കിയെങ്കിൽ ആ മക്ക നിങ്ങൾക്ക് നല്ല ഉപകരിച്ച് കിട്ടും. അല്ലാഹു കാത്ത് സലാമത്ത് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇണ്ടത്തൊരു മജ്ലിസിൽ ഞങ്ങളെ ഉമ്മപെങ്ങന്മാരിൽ നിർബന്ധമായിട്ട് സുന്നത്തിനെ ഫോലാക്കലേ എന്തുള്ള തീറുണ്ട് അത് ഞങ്ങൾ കണ്ടുപിടിക്കണു. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഞങ്ങൾ എല്ലാ കാര്യവും അല്ലാഹു ഹാസിലാക്കി തരുമാറാകട്ടെ. ചെമ്മ ആൽമാർ ദുആർക്ക് വസിയത്താക്കി കൊള്ളാറ്, അതുപോലെ തന്നെ സംഭാവനകൾ തന്നങ്ങൊള്ളാറ്, അതുപോലെ തന്നെ നല്ല നല്ല കാര്യത്തിൽ പല വിധത്തിലെ അൽപാക്കി കൊള്ളാറ്. എല്ലാവർക്കും ഈ തിങ്കളുടെ ബർക്കത്ത് കൊണ്ട് ബർക്കത്തും നിഅമത്തും അല്ലാഹു ചൊരിച്ചു കൊടുക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم إنا نسألك ونتوجه إليك بحبيبك المصطفى عندك يا حبيبنا يا سيدنا محمد يا رسول الله. إنا نتوسل بك إلى ربك فاشفع لنا عند المولى العظيم يا نعم الرسول الطاهر المطهر. اللهم شفيه فينا بجاه عندك أرحم الراحمين يا ملك الجبار يا جمالنا يا الله. ഞങ്ങള് പാവങ്ങളാണ്, സാധുക്കളാണ്, വിവരമില്ലാത്തവരാണ്, ജാഹിലീങ്ങളാണ്, തമ്മാടികളാണ്, ഒരുപാട് തെറ്റുകുറ്റം ചെയ്തവരാണ്. ഞങ്ങൾ പുറത്തുപോകുന്നത് ഞങ്ങളെ സഹോദരന്മാര്, ഞങ്ങളെ കുടുംബങ്ങള്, ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ പലരും അതാ നിന്റെ ഹജ്ജിന് വേണ്ടി വരികയും അവിടെ എല്ലാ കർമ്മങ്ങളൊക്കെ ചെയ്ത് അവരെ നീ സ്വീകരിച്ചുകൊണ്ട് ഒരു ഉമ്മ പെറ്റ മക്കളെ പോലെ അയച്ചുവിടുന്ന സമയങ്ങളാണല്ലോ. പാവങ്ങളായ ഞങ്ങൾക്ക് അവിടെ എത്താൻ കഴിഞ്ഞില്ല എങ്കിലും അല്ലാഹ് ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ദോഷങ്ങളെ നീ പുറത്തു തരണമല്ലാഹ്. നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണമല്ലാഹ്. നീ ഞങ്ങളെ ഒന്ന് നന്നാക്കണമല്ലാഹ്. ആ മുഅ്മിനീങ്ങളുടെ ദുആയിൽ ഞങ്ങളെ നീ പെടുത്തണമല്ലാഹ്. അവരൊക്കെ ദുആർന്ന ഇബാദത്തെടുത്ത സ്ഥലത്ത് എത്രയും പെട്ടെന്ന് പാവങ്ങളായ ഞങ്ങളെയും ഞങ്ങളെ ഭാര്യ മക്കളെയും നീ അവിടത്തേക്കൊന്ന് എത്തിക്കണമല്ലാഹ്. ആ വിളി ഞങ്ങൾക്ക് നീ കേൾപ്പിക്കണമല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഒരുപാട് വിഷമമുള്ളവരുണ്ട്, ബേജാരിലുള്ളവരുണ്ട്, സങ്കടത്തിലുള്ളവരുണ്ട്, പല പ്രയാസങ്ങളുമായി അലറ്റുന്നവരുണ്ട്. യാ അല്ലാഹ്, ദുആർക്കാൻ സംഭാവന തന്നവരുണ്ട്, പരമമായി എന്റെ കയ്യിൽ ഏൽപ്പിച്ചവരുണ്ട്, ഉമ്മ പെങ്ങന്മാരിലുണ്ട്. അല്ലാഹ്, അവരെയും ഞങ്ങളെയും നീ കഷ്ടത്തിലാക്കല്ല അല്ലാഹ്, ഞെരുക്കത്തിലാക്കല്ല അല്ലാഹ്. കൈകാട്ടിയിറക്കുന്ന ജീവിതം നീ നൽകല്ല അല്ലാഹ്, ഫക്കീർ തരത്തിലാക്കല്ല അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഒരുപാട് ബാധ്യതകൾ, അക്കടപാടുകൾ, കടപ്പാടുകൾ ഞങ്ങൾക്കുണ്ട് റബ്ബേ. പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ഞങ്ങളെ റൂഹ് നീ പിടിക്കല്ല അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഇരിക്കാൻ വീടില്ലാത്തവരുണ്ട്, വീട് നൽകണമല്ലാഹ്.
മക്കളില്ലാത്തവരുണ്ട്, മക്കൾ നൽകണമല്ലാഹ്. കച്ചവടമില്ലാത്തവരുണ്ട്, കച്ചവടം നൽകണമല്ലാഹ്. കെട്ടിച്ചു കൊടുക്കാൻ പെൺമക്കൾ പെങ്ങന്മാരുള്ളവരുണ്ട്, ഹൈറായ ഭർത്താക്കന്മാരെ നീ നൽകണമല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, ജോലി കിട്ടാതെ, ജോലി ശരിയാവാതെ, വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് ഒരു ജോലിയുമില്ലാതെ വിഷമത്തിലുള്ള നമ്മുടെ യുവാക്കൾ, നമ്മുടെ നാട്ടിൽ ചെറുപ്പക്കാരടക്കമുണ്ട്. അല്ലാഹ്, ഖൈറായ ജോലി നീ നൽകണമല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഒരുപാട് രോഗമുള്ളവരുണ്ട്, ദ്വാരക്കാൻ വസിയത്ത് ചെയ്തവരുണ്ട്, ഞങ്ങളെ കൈപിടിച്ച് കരഞ്ഞവരുണ്ട്, ഞങ്ങളെ കൊണ്ട് മന്ത്രിച്ചവരുണ്ട്, ഈ സ്വലാത്തിന്റെ മജ്‌ലിസിൽ നേർച്ച വെച്ചവരുണ്ട്, ഞങ്ങളെ ഉമ്മ പെങ്ങന്മാരിലുണ്ട്. എന്ത് രോഗമുണ്ടെങ്കിലും നീ ശിഫ നൽകണമല്ലാഹ്, നീ മാറ്റിത്തരണമല്ലാഹ്. ഞങ്ങളെ നീ കിടത്തത്തിലാക്കല്ലല്ലാഹ്, പിരിപ്പിരി മൂത്രിക്കുന്ന കാഷ്ടിക്കുന്ന നിനക്കുള്ള രോഗം നൽകല്ലല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, പടച്ചവനെ ഞങ്ങളെല്ലാ കാര്യങ്ങളും നീ ഏറ്റെടുക്കണമല്ലാഹ്. പ്രത്യേകിച്ച് ഈ പാവപ്പെട്ടവൻ അല്ലാഹ് ചെറിയ മാസങ്ങളെ കൊണ്ട് ഒരുപാട് നിലക്ക് ഒരുപാട് സംഭാവനകളും സഹകരണങ്ങളൊക്കെ കൂട്ടിവെച്ച് അല്ലാഹ് നിന്റെ ദീനിന്റെ ഖിദ്മത്തിലായി ഒരു സ്ഥാപനം ആരംഭിക്കുകയും നിന്റെ തുടക്കം നാളെയാണ്. അല്ലാഹ് റബ്ബേ, ഒമ്പിച്ച വിജയം നൽകണമല്ലാഹ്. നിന്റെ ഇഖ്ലാസോടുകൂടെ അവസാനം വരെ ഖിദ്മത്ത് ചെയ്യാനും പ്രവർത്തിക്കാനും നീ തൗഫീഖ് നൽകണമല്ലാഹ്. അതിന് സഹായിച്ചവർ, സഹകരിച്ചവർ, അതിന് വേണ്ടി എന്നെ കൂടെ നിന്നവർ എല്ലാവർക്കും നീ ഖൈർ ചൊരിച്ചു കൊടുക്കണമല്ലാഹ്. ആ സ്ഥാപനയിൽ പഠിക്കുന്ന മക്കള്, അതുപോലെ നമ്മളെ പള്ളിയിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങള്, നമ്മളെ പിഞ്ചോമന മക്കള് എല്ലാവരെയും നീ സാലിഹീങ്ങളാക്കണമല്ലാഹ്. നിന്റെ ആഖിറത്തിന്റെ ബോധമുള്ള, നിന്റെ പേടിയുള്ള മക്കളാക്കണമല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഞങ്ങളെ കച്ചവടങ്ങളിൽ നീ ബർക്കത്ത് നൽകണമല്ലാഹ്. ഞങ്ങളെ നാട് നീ ഐക്യത്തിലും സൗഹാർദ്ദത്തിലും സുന്നത്ത് ജമാഅത്തിലും നിലനിർത്തണമല്ലാഹ്. അതുപോലെ നമ്മളെ ഈ പള്ളിയുടെ വരുമാനത്തിന് വേണ്ടി നിർമ്മിച്ച അതാ കല്യാണ വാളുണ്ടല്ലോ, അതിന് സഹായിച്ചവർ, സഹകരിച്ചവർ, ഇപ്പം അതിന്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പണി പൂർത്തീകരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് നമ്മളെ കമ്മിറ്റി ഭാരവാഹികൾ. അവർക്കൊക്കെ നീ തക്കതായ പ്രതിഫലം നൽകണമല്ലാഹ്. എല്ലാ നിലക്കുള്ള ഖൈറുകൾ നീ ചൊരിച്ചു കൊടുക്കണമല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, പടച്ചവനേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളെ മാതാപിതാക്കള്, കൂട്ടുകുടുംബക്കാര്, സ്നേഹിതന്മാര്, ചങ്ങായിമാർ, അല്ലാഹ് ഈ പള്ളി പരിസരത്ത് മരിച്ചു കിടന്ന മുഅ്മിനീങ്ങള് എല്ലാവരുടെ ഖബർ നീ സ്വർഗ്ഗത്തോപ്പാക്കണമല്ലാഹ്, സന്തോഷത്തിലാക്കണമല്ലാഹ്. സ്വർഗ്ഗത്തിന്റെ വിരിപ്പ് വിരിച്ചു കൊടുക്കണമല്ലാഹ്. മഴക്കാലം വരികയാണ്, ആരംഭിച്ചിരിക്കുകയാണ്. റബ്ബേ, ഈ വർഷത്തിന്റെ മഴ കൊണ്ട് ഞങ്ങൾക്ക് നീ നഷ്ടം വരുത്തല്ല അല്ലാഹ്. ഞങ്ങളെ സമ്പത്തിൽ നഷ്ടം വരുത്തല്ല അല്ലാഹ്. ഞങ്ങളെ മക്കൾക്കോ ഞങ്ങൾക്കോ നീ അപകടമുണ്ടാക്കല്ല അല്ലാഹ്. ഞങ്ങളെ സന്തോഷിപ്പിക്കുന്ന ബർക്കത്തുള്ള മഴയാക്കണം അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഞങ്ങളെ എല്ലാ ആഫത്ത്, മുസീബത്ത്, ബലാല്, അപകടങ്ങളിൽ നിന്ന്, മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണമല്ലാഹ്. ഞങ്ങളെ ആഖിബത്ത് നീ നന്നാക്കണമല്ലാഹ്. ഞങ്ങളെ മരണം നല്ല മരണമാക്കണമല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. السلام عليكم.